CBSE തായ്ക്കൊണ്ട സൗത്ത് സോൺ മത്സരത്തിൽ പങ്കെടുത്ത +2 വിദ്യാർത്ഥിക്ക് തലയ്ക്ക് ഗുരുതര പരിക്ക്. തൃശൂർ പെരുമ്പിലാവ് ഇംഗ്ലീഷ് സ്കൂളിലെ വിദ്യാർത്ഥിക്കാണ് പരിക്കേറ്റത്. ഗുരുതര പരിക്കേറ്റ വിദ്യാർത്ഥി ആസ്റ്റർ മെഡിസിറ്റിയിൽ ഇപ്പോൾ ചികിത്സയിലാണുള്ളത്. സംഭവത്തിൽ CBSE ചെയർമാന് വിദ്യാർത്ഥിയുടെ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. അർജുൻ മട്ടന്നൂർ വിവരങ്ങൾ നൽകാൻ ചേരുകയാണ്. അർജുൻ, ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. ആ വിദ്യാർത്ഥി ആ ഒരു മർദ്ദനമേറ്റ് മറിഞ്ഞു വീഴുന്നതാണ് കാണുന്നത്. ഇതിപ്പോൾ തായ്ക്കൊണ്ട മത്സരം അതിൻ്റെ നിയമം തെറ്റിച്ചുള്ള പ്രവൃത്തിയാണോ നടന്നത്? കളി മറന്നോ ഈ വിദ്യാർത്ഥികൾ? ഇതിപ്പോൾ ആ പരിക്കേറ്റ വിദ്യാർത്ഥിയുടെ അവസ്ഥ എങ്ങനെയാണ്? പരിക്ക് ഗുരുതരമാണോ? എന്താണ് ഈ കുടുംബത്തിൻ്റെ പരാതി? ഷിഹാസ്, ഗുരുതരമായ പരിക്കാണ് ഈ വിദ്യാർത്ഥിക്ക് ഏറ്റത്. തലക്കാണ് പരിക്ക്. തലക്ക് ഗുരുതര പരിക്കേറ്റതിനെ തുടർന്ന് ഈ മഹാരാഷ്ട്രയിൽ മത്സരം നടന്ന മഹാരാഷ്ട്രയിൽ നിന്നും കൊച്ചിയിലേക്ക് എയർലിഫ്റ്റ് ചെയ്തെത്തിച്ചിപ്പോൾ ആസ്റ്റർ മെഡിസിറ്റിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അടിയന്തര ശസ്ത്രക്രിയ അടക്കം പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. പെരുമ്പിലാവ് അൻസാർ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ വിദ്യാർത്ഥിയാണ്, +2 വിദ്യാർത്ഥിനിയാണ്. ഈ തായ്ക്കൊണ്ടോ സൗത്ത് സോൺ മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയാണ് മഹാരാഷ്ട്രയിലേക്ക് എത്തിയത്. അവിടെ മത്സരത്തിൽ പങ്കെടുക്കുന്നു. അതിനിടെ ഇത്തരത്തിൽ പലതരത്തിൽ ഫൗൾ നേരിടേണ്ടി വരുന്നു. മാത്രവുമല്ല, റഫറി ആ ഘട്ടത്തിലൊന്നും തന്നെ ഇടപെട്ടിട്ടില്ല എന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത്. ആദ്യം അബ്ഡോമിനൽ ഭാഗത്ത് ചവിട്ടുന്നുണ്ട്, അപ്പോൾ തന്നെ കുട്ടി തളരുന്നുണ്ട്. ആ ഘട്ടത്തിലെങ്കിലും റഫറി ഇടപെടേണ്ടതായിരുന്നു. അതിനുശേഷമാണ് തലയിൽ ഗുരുതരമായി ചവിട്ടേറ്റത്. ആ ചവിട്ടിൽ ആ വിദ്യാർത്ഥി അവിടെ വീഴുകയായിരുന്നു. ഉടൻ തന്നെ തൊട്ടടുത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രിയിലേക്കാണ് ആദ്യം വിദ്യാർത്ഥിയെ എത്തിച്ചത്. ഗുരുതര പരിക്കാണ് എന്ന് കണ്ടതിനെ തുടർന്ന് പിന്നീട് വിദ്യാർത്ഥിയെ കൊച്ചിയിലെ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇപ്പോൾ ഈ തലച്ചോറിൽ ഇപ്പോൾ ശസ്ത്രക്രിയ അടക്കം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇപ്പോഴും ഈ വിദ്യാർത്ഥിക്ക് ബോധം വന്നിട്ടില്ല എന്നുകൂടി കുടുംബം പറയുന്നുണ്ട്. എന്തായാലും പോരാട്ടത്തിലേക്കും അതോടൊപ്പം തന്നെ പരാതിയിലേക്കും കടക്കുകയാണ് കുടുംബം. പ്രധാനമായും CBSE ചെയർമാൻ അടക്കം പരാതി നൽകിയിട്ടുണ്ട്. അടിയന്തരമായി നടപടിയെടുക്കണം, അവിടെ റഫറി കൃത്യമായി ഈ മാർഗനിർദ്ദേശങ്ങൾ പാലിച്ചിട്ടില്ല തുടങ്ങിയ പരാതിയാണ് ഈ കുടുംബത്തിന്റെ സംഘാടകരുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ CBSEയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നോ മറ്റോ ഈ കുടുംബത്തിന് എന്തെങ്കിലും ഒരു മറുപടി, എന്തെങ്കിലും ഒരു വിശദീകരണം ലഭിച്ചിട്ടുണ്ടോ അർജുൻ? ഷിഹാസ, ഇതുവരെ അത്തരമൊരു മറുപടിയും ലഭിച്ചിട്ടില്ല. അടിയന്തരമായി വിദ്യാർത്ഥി ഇത്തരത്തിൽ ഗുരുതര പരിക്കേറ്റതിനെ തുടർന്ന് അടിയന്തരമായി വിദ്യാർത്ഥിക്ക് ഏറ്റവും മികച്ച ചികിത്സ നൽകുക എന്നത് മാത്രമാണ് ഈ കുടുംബം നിലവിൽ ശ്രദ്ധിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് അവിടെ നിന്ന് സംഘാടകരും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥിക്കൊപ്പമുള്ള അധ്യാപകരും ചേർന്നാണ് തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിലേക്ക് ആദ്യം എത്തിക്കുന്നത്. അത് ഈ മത്സരം നടക്കുന്ന മഹാരാഷ്ട്രയിലെ ആ മത്സരം നടക്കുന്ന വേദിക്ക് തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിലേക്കാണ് എത്തിക്കുന്നത്. അതിനുശേഷം ഗുരുതര പരിക്കാണ് എന്ന് കണ്ടതിനെ തുടർന്നാണ് അടിയന്തരമായി എയർലിഫ്റ്റ് ചെയ്ത് കൊച്ചിയിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തലച്ചോറിനാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുള്ളത്. ഇപ്പോഴും കുട്ടിക്ക് ബോധം വന്നിട്ടില്ല എന്നതാണ് കുടുംബം പറയുന്നത്. ഇപ്പോഴും വെന്റിലേറ്ററിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇതിൽ അവർ ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം പലതരത്തിലുള്ള നിയമലംഘനങ്ങൾ ആ മത്സരത്തിൽ നടന്നു എന്നുള്ളതാണ്. അത് ഒരു പക്ഷേ ബോധപൂർവമായിരിക്കാം, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിശീലനം ലഭിച്ചതുകൊണ്ടായിരിക്കാം എന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും അത്തരത്തിലുള്ള നിയമലംഘനങ്ങൾ, ആ മത്സരവുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു കളിക്കാരൻ അത്തരത്തിൽ ഇടപെട്ടാൽ സ്വാഭാവികമായും റഫറി ഇടപെടേണ്ടതാണ്. പക്ഷേ റഫറിയുടെ ഭാഗത്ത് നിന്ന് അത്തരമൊരു ഇടപെടൽ ഉണ്ടായിട്ടില്ല. സ്വാഭാവികമായും ആദ്യ ഫൗളിൽ തന്നെ എതിർ വിദ്യാർത്ഥിയെ അവിടെ നിന്ന് മാറ്റേണ്ടതാണ്, അത് റഫറി ഇടപെടേണ്ടതാണ്. പക്ഷേ അതിനുശേഷം ഈ വിദ്യാർത്ഥി അവശനായിട്ടാണ് ഈ മത്സരം തുടർന്ന് കളിക്കുന്നത്. അതിനുശേഷമാണ് ഈ വിദ്യാർത്ഥിയുടെ തലക്കും ഗുരുതരമായി പരിക്കേൽക്കുന്നത്. ആ പരിക്കിൽ ആ വിദ്യാർത്ഥി ഒടുവിൽ അവിടെ ആ മത്സരവേദിയിൽ തന്നെ വീഴുന്നതാണ് ആ ദൃശ്യങ്ങളിൽ കാണുന്നത്. അതിനുശേഷമാണ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നത്. ഏതാണ്ട് തൊട്ടടുത്ത് തന്നെ റഫറി വേണം എന്ന നിയമമടക്കമുണ്ട്. ഈ നിയമങ്ങളൊക്കെ തന്നെ ലംഘിച്ചിട്ടുണ്ട് എന്നാണ് കുടുംബം ആരോപിക്കുന്നത്. മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിലേക്ക് പോകാനും ഈ കുടുംബം CBSE തായ്ക്കൊണ്ട സൗത്ത് സോൺ മത്സരത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. പങ്കെടുത്ത +2 വിദ്യാർത്ഥിക്കാണ് തലച്ചോറിനാണ് ഗുരുതര പരിക്ക്. ഇതുവരെ ബോധം തെളിഞ്ഞിട്ടില്ല. ഇപ്പോൾ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിൽ ചികിത്സയിലാണുള്ളത്. ഈ ഒരു മത്സരത്തിന്റെ എല്ലാ നിയമങ്ങളും തെറ്റിച്ചുകൊണ്ടുള്ള ക്രൂരമായ ഒരു അറ്റാക്കിംഗ് ആണ് എതിർ മത്സരാർത്ഥിയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പക്ഷേ റഫറിക്ക് ഇത് തിരിച്ചറിയാനോ ഇടപെടാനോ സാധിച്ചില്ല. കുടുംബത്തിന് പരാതിയുണ്ട്.